PB അനിതയ്ക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു. പക്ഷേ അത് സംബന്ധിച്ചൊരു ഉത്തരവ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. നീണ്ടുപോവുകയാണ്, നീതി നിഷേധം നീണ്ടുപോകുന്നു എന്ന് തന്നെയാണ്. PB അനിത നമ്മോടൊപ്പമുണ്ട്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിന് മുൻപിൽ തന്നെയാണുള്ളത്. നേരത്തെ ഇത് സംബന്ധിച്ച പ്രതികരണം നമ്മൾ തേടിയിരുന്നു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് വന്നപ്പോൾ വലിയ ആശ്വാസം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്തായാലും ആ ആളും ആരോഗ്യമൊന്നും ഇപ്പോഴില്ല. എന്താണ് പ്രതികരിക്കാൻ? ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇങ്ങനൊരു ഉത്തരവ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷവും തോന്നി. നീതിക്ക് അനുകൂലമായ ഒരു വിധി കിട്ടിയെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം അങ്ങനൊരു ഉത്തരവ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറക്കിയിട്ടില്ല എന്നറിയുമ്പോൾ വീണ്ടും ദുഃഖം തന്നെയാണ് തോന്നുന്നത്. ഒരാഴ്ചയായി ഞാൻ ഈ വെയിലും ചൂടും ഒക്കെ ആയിട്ട് ഈ ക്യാമ്പസിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതുവരെ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ഉത്തരവാണ് ഇത്രയും വൈകിക്കുന്നത്. ഇത് എന്താണ് ഇവരിങ്ങനെ ചെയ്യുന്നത്, എന്നോട് ഇങ്ങനെ പകപോക്കുന്നത് എന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല. പകപോക്കുന്നു എന്ന് തന്നെയാണ് കരുതുന്നത് അല്ലേ? അതെ, ഇതൊരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നല്ലെങ്കിലും ഇത് NGO യൂണിയൻ നേതാക്കളുടെ ഒരു പകപോക്കൽ തന്നെയാണല്ലോ. ആരോഗ്യമന്ത്രി ഒരു ഉത്തരവിടുക, അത് നടപ്പാക്കാൻ അവിടുത്തെ ഓഫീസിലെ ആൾക്കാർക്ക് പറ്റുന്നില്ലെങ്കിൽ അതൊരു പകപോക്കലാണ്. ഇത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്തത് അവിടെ നിന്നൊരു ഓർഡർ വരുമെന്ന് തന്നെ അറിയുന്നത് കൊണ്ടാണ്. മാധ്യമ സുഹൃത്തുക്കളാണ് ഇതെന്നെ അറിയിച്ചത്. എല്ലാ മാധ്യമങ്ങളിലും ഇത് വന്നതുമാണ്. എന്നിട്ടും 5 മണിയായിട്ട് ഇവിടെ ഒരു ഉത്തരവും വന്നില്ല. വലിയ നിരാശയാണ്. കാരണം സർക്കാർ ഇതിൽ എത്രയും വേഗം ഇടപെട്ട് എനിക്ക് നീതി ഉറപ്പാക്കി തരണമെന്നാണ് ഞാൻ പറയുന്നത്. മന്ത്രി നേരത്തെ പ്രതികരിച്ചത് തങ്ങളുടെ ഭാഗത്ത് വീഴ്ച ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് എന്നുകൂടിയല്ലേ? അതെ, എന്ത് വീഴ്ചയാണ് എടുത്തതെന്ന് മാഡം പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ജോലി കൃത്യതയോടും ആത്മാർത്ഥതയോടും കൂടി മാത്രമാണ് ചെയ്തത്. ഞാൻ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം പറയേണ്ടത് രോഗി തന്നെയായിരുന്നു. അതിജീവിത ഇപ്പോഴും എൻ്റെ കൂടെ, അന്നും ഇന്നും എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്.